ഹായ് അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോണ റെസിപ്പി വളരെ എളുപ്പമുള്ളതാണ്. ബീഫ് പൊരിച്ചതാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക്, പട്ട, ഏലക്കായ്, ഗ്രാമ്പു, പെരിഞ്ജീരകം അരച്ച പേസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഇവിടെ 2 കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള പേസ്റ്റാണിത്. അപ്പോൾ ബീഫിൻ്റെ കണക്കനുസരിച്ച് പേസ്റ്റ് കൂടും കുറയും ചെയ്യും. അപ്പോൾ ഇത്ര വേണം 2 കിലോ ബീഫിലേക്ക്. പിന്നെ ഇടുന്നത് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദർ നാട്ടിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ചെയ്തു എന്നുള്ളൂ. പിന്നെ മല്ലിപ്പൊടി 3 കയ്യിൽ മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. കയ്യിലൊക്കെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കയ്യിലൊക്കെ എടുത്തിരിക്കുന്നത്. സാധാരണ ടീസ്പൂൺ കണക്കാണ് പറയാറ്. അപ്പോൾ ടീസ്പൂണിലാണെങ്കിൽ 6 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ വേണ്ടത് 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ്. എരിവ് എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2.5 ടീസ്പൂണാണ് ഇടുന്നത് ആവശ്യത്തിന്. ഇനി 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്താൽ ബീഫിൽ നല്ല മണവും നല്ല ടേസ്റ്റൊക്കെ കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്തു. ഇനി ലാസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ 2 കിലോ ബീഫാണിത്. അത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറിലാണ് ഇത് വേവിക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ബീഫും മസാലയും നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഒട്ടും വെള്ളമില്ലാതെയാണ് വേവിക്കാൻ വെക്കുന്നത്. ആകെ 4 വിസിൽ മതി. അതിൽ ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി 3 വിസിൽ ലോ ഫ്ലെയിമിലും ഇട്ടിട്ടാണ് നമ്മളിത് വേവിക്കുന്നത്. അപ്പോൾ നമുക്കിതിനി വേവിച്ചെടുക്കാം. വിസിലൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇറച്ചി കണ്ടാൽ തന്നെ അറിയാം നന്നായി വെന്തിട്ടുണ്ട്. പക്ഷേ ഒട്ടും വെള്ളമില്ലാതെ വേവിച്ചിട്ടും നന്നായി വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം വറ്റിച്ചെടുക്കാൻ നമുക്ക് വേറൊരു പാൻ ചൂടാക്കി എടുത്ത് അതിലിനി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മളിത് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലേ നമ്മൾ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലായി കിട്ടുക. അപ്പോൾ നന്നായി ഫ്രൈ ചെയ്യുക. വേപ്പില ഇട്ട് കൊടുത്താൽ നമുക്ക് ആ ഒരു പ്രത്യേക മണവും രുചിയൊക്കെ കിട്ടും. ഇപ്പോൾ നന്നായി വറ്റിച്ചെടുക്കണം ബീഫ്. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കൊണ്ടുപോകാൻ. ഇതെന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഇത് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കണം. താങ്ക്